മുൻ DGPയും ശാസ്തമംഗലം കൗൺസിലറുമായ ആർ ശ്രീലേഖയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി KN ബാലഗോപാലൻ. പോലീസിനെ പോടാ പുല്ലേ എന്ന് വിളിച്ചപ്പോൾ ഇങ്ങനെയുള്ള ഒരാളായിരുന്നില്ലല്ലോ മുൻപ് സംസ്ഥാനത്തെ DGP എന്ന് ഓർത്തിപ്പോൾ കേരള പോലീസ് ഒന്നടങ്കം ലജ്ജിക്കുന്നു എന്ന അഭിപ്രായമാണ് ഇവിടെ പങ്കുവെച്ചുകൊണ്ട് ഇവിടെ ആർ ശ്രീലേഖയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറും കാപ്പ കേസിൽ ജയിലിലുമായ BJP നേതാവ് സുഗതനെ അവിടെ ആ ഒരു സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LDF തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിക്കിടയിലാണ് മുൻ ധനമന്ത്രി കൂടിയായ KN ബാലഗോപാലൻ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, സുഗതനെതിരെ ചുമത്തിയത് കള്ളക്കേസാണെന്നുള്ളതിന്റെ ചില തെളിവുകൾ അടക്കം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ ചർച്ച കൂടുതൽ വിവാദങ്ങളിലേക്ക് വഴി തുറന്നിരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത്. അതായത് ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കൈയടക്കിയിരിക്കുന്നത് BJP ആണ് എന്നും ആയതിനാൽ തന്നെ ആ രീതിയിൽ BJP ഇകഴ്ത്തി കാണിക്കാനും അവരെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാനും വേണ്ടിയുള്ള ഗൂഢമായ പദ്ധതിയുടെയും ലക്ഷ്യത്തിന്റെയും നീക്കമായി തന്നെയാണ് ഇതിനെ ഇവർ ഈ ഒരു രീതിയിൽ വളച്ചൊടിക്കുന്നതെന്ന വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. പോലീസിനെതിരെ പോടാ പുല്ലേ എന്ന പരാമർശം നടത്തിയപ്പോൾ ഇത്തരമൊരു വ്യക്തിയായിരുന്നു ഒരു കാലത്ത് കേരള പോലീസിന്റെ മേധാവി എന്ന കാര്യം ഓർത്തു മുഴുവൻ പോലീസ് സേനയും ഇപ്പോൾ ലജ്ജിക്കുകയാണ് എന്നതാണ് ബാലഗോപാലൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം അവിടെ കാപ്പ കേസിൽ ഉൾപ്പെട്ട സുഗതനെ പോലെയുള്ള ഗുണ്ടകൾ ഒരു കാലത്ത് ആർ ശ്രീലേഖയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംവിധാനത്തിന് കീഴിലായിരുന്നുവെന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിച്ച ശേഷം BJPയിൽ ചേർന്ന ആർ ശ്രീലേഖയ്ക്ക് എന്തു മാറ്റമാണ് ഇവിടെ സംഭവിച്ചതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനെതിരെയും അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. അതായത് നിലവിൽ കോർപ്പറേഷനിൽ നടക്കുന്നത് റീൽസ് ഭരണമാണ് എന്നും ഉത്തരേന്ത്യൻ രാഷ്ട്രീയ സംസ്കാരം തിരുവനന്തപുരത്ത് നടപ്പാക്കാൻ BJP ശ്രമിക്കുകയാണ് എന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം സർവകലാശാല വൈസ് ചാൻസലർ നിയമന വിഷയത്തിലും ബാലഗോപാലൻ സർക്കാരിനെതിരെ വിമർശനം ഉയർത്തുകയും ചെയ്തു. മുൻപ് നിയമിക്കപ്പെട്ടിരുന്ന VC-മാർ പൊതുസമൂഹം അംഗീകരിച്ചവരായിരുന്നുവെന്നും ഇന്ന് RSS നിർദ്ദേശപ്രകാരമാണ് നിയമനങ്ങൾ നടക്കുന്നത് എന്നതായിരുന്നു ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിലെ 3 വൈസ് ചാൻസലർമാർ RSS സർസംഘ് ചാലക് മോഹൻ ഭഗവത് പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ UDF സർക്കാർ മൗനം പാലിക്കുകയാണ് എന്ന കുറ്റപ്പെടുത്തലും നടത്തിയിട്ടുണ്ട്. അതേസമയം ഒരു DGPക്ക് കീഴിലാണ് സുഗതൻ എന്ന ഗുണ്ട അവിടെ നിലകൊണ്ടതെന്നും പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും വിരമിച്ച ശേഷം BJPയിൽ ചേർന്ന ശേഷമാണ് ഇത്തരത്തിൽ മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇത്തരം ഒരു മാറ്റം ആർ ശ്രീലേഖയ്ക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന ചോദ്യവും ബാലഗോപാൽ ഉയർത്തിയിട്ടുണ്ട്. ഉത്തരേന്ത്യൻ രാഷ്ട്രീയം BJP തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ നോക്കേണ്ട എന്ന ശക്തമായ ഒരു താക്കീത് കൂടിയാണ് ബാലഗോപാലൻ നൽകിയിരിക്കുന്നത്. നിലവിൽ കോർപ്പറേഷനിൽ റീൽസ് ഭരണമാണ് നടക്കുന്നതെന്നും ചെറിയ വ്യത്യാസത്തിലാണ് LDFന് ഭരണം നഷ്ടമായതെന്ന് ഓർമ്മിപ്പിച്ച ബാലഗോപാലൻ ഇവിടെ എന്തും ചെയ്യാമെന്ന് ആരും വിചാരിക്കേണ്ട എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. VC-മാരെ എല്ലാവരും അംഗീകരിക്കുന്നവരായിരുന്നുവെന്നും എന്നാൽ ഇന്നാകട്ടെ RSS തീരുമാനം അനുസരിച്ചുകൊണ്ടാണ് ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നത്. ഇതിനെതിരെ UDF സർക്കാർ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നും കേരളത്തിലെ 3 VC-മാർ RSS മേധാവി മോഹൻ ഭഗവത് പങ്കെടുത്ത പരിപാടിയിൽ അവിടെ ഉണ്ടായിരുന്നതും വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു വസ്തുതയായി മാറുന്നു എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം പിന്നിൽ ഇപ്പോഴും കോർപ്പറേഷനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുവെങ്കിൽ ഇപ്പോഴും ഇവിടെ ഇടത് പാർട്ടികൾ അല്ലെങ്കിൽ ഇടത് പാളയത്തിലുള്ളവർ ഇന്നും അവരുടെ പരാജയം അവർ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമായി തന്നെ പറയാൻ സാധിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.